കാര്യവുമായി ചേർത്തല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു സംഘടനാ ഓഫീസായി മാറുകയാണ്. വീട്ടിൽ രാവിലെ മുതൽ വരുന്ന ആളുകൾ, അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുന്ന ആളുകൾ, അതുപോലെ അപ്പൊ അന്ന് ആ ഒരു കാലഘട്ടം 70-80 കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ തേർവാഴ്ച നാട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഗുണ്ടാ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കിയല്ല, പക്ഷെ അദ്ദേഹം നീതി കിട്ടുന്നതിന്, കോൺഗ്രസ് പ്രവർത്തകർ നീതി കിട്ടുന്നതിന് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതേ രീതിയിൽ പോലീസ് സ്റ്റേഷനിലായാലും അതിന് മറ്റധികാരികളിലേക്ക് അത് ശക്തമായി അവതരിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ രൂപം തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരികയാണ്. തൻ്റെ അതുപോലെയല്ല, കുറച്ചുകൂടെ സ്ലിമായിരുന്നു. വളരെ ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ KSUവിനെ ചേർത്തലയിലും ആലപ്പുഴയിലും ഒക്കെ വളർത്തിയെടുക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ ഇന്നും എൻ്റെ മുമ്പിലുണ്ട്. ചെയ്ത കോൺഗ്രസിന് ഒരു വലിയ ശക്തിയായിരുന്നു. പിന്നീട് KSU കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നീട് കോൺഗ്രസിലേക്ക് പടിപടിയായി അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് ഞാൻ ഓർക്കുകയാണ്. സഹകരണ മേഖലയിലും INTUC മേഖലയിലും മാത്രമല്ല ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിലുമെല്ലാം വളരെ സത്യസന്ധമായ പ്രവർത്തനം അദ്ദേഹം എന്നും കാഴ്ചവെച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് പാർട്ടിക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാകുന്ന നിലയിൽ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹബന്ധമായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും മാത്രമല്ല, പാർട്ടിയുടെ നിരവധിയായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും എപ്പോഴും ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം, അദ്ദേഹം മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കില്ല. തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് മടി കാട്ടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്തൊന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. വളരെയേറെ ശ്രീമാൻ AK ആന്റണിയുമായും വയലാജിയുമായും ഒക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് എന്നും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവരെല്ലാം ഈ പാർട്ടിയുടെ മുതൽക്കൂട്ടുകളാണ്. ഒരാൾ നേതാവാകുന്നത് ഇതിന്റെ പിന്നിൽ ഒത്തിരി ആളുകളുടെ അധ്വാനമുണ്ട്. ഒരാൾ MLA ആകുന്നതിന്, ഒരാൾ പാർട്ടിയുടെ ഭാരവാഹിയാകുന്നതിന് പിന്നിൽ ഒത്തിരി പാർട്ടി പ്രവർത്തകരുടെ രക്തവും വിയർപ്പും ഉണ്ട് എന്നത് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം. ഒരു നേതാവിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് അത്തരം പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്നും നിലനിൽക്കുന്ന കോൺഗ്രസ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് പാവങ്ങളുടെ പാർട്ടിയാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ്. ആശയപരമായ ദൃഢതയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഗൾഫ് മേഖലകളിൽ നടക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാനതാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അബുദാബിയിൽ ബോംബ് എറിഞ്ഞിരിക്കുന്നു, ബോംബ് വീട്ടിൽ ബിഹാറിൽ മുഴുവൻ മിസൈലുകൾ. ഇവിടെ ധാരാളം ആളുകൾ ഇപ്പം എന്നെ വിളിക്കുക, ഞങ്ങൾ എങ്ങോട്ട് പോകണം? അബുദാബിയിൽ, ബഹ്റിനിൽ, അതോടൊപ്പം തന്നെ ഖത്തറിൽ, എല്ലായിടത്തും ഇറാന്റെ ബോംബുകൾ വർഷിക്കുകയാണ്.
അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇറാൻ ബോംബുകൾ ഇടുകയാണ്. അവിടെ പാവപ്പെട്ട മലയാളികളാണ്, ഇന്ത്യക്കാരും മലയാളികളുമാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലകളിലെല്ലാം ഉള്ളത്. അവിടെയൊക്കെ അമേരിക്കയുടെ നിയന്ത്രണമാണ്. ഗൾഫ് നാടുകളിൽ എല്ലാവർക്കും അതിന്റെ നിയന്ത്രണമുണ്ട്. സൈനിക ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾ നോക്കിക്കൊണ്ടുള്ള ചാനലിലാണ് കണ്ടത്. അവിടെ എല്ലാം ബോംബുകൾ വർഷിക്കുകയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ദുഃഖ വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. വേറൊരു വിഷയം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്നും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്ന പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ. അവരാണ് ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതാണ് സെയ്ദിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുമായി, താഴെ തലങ്ങളിലുള്ള ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത്രമാത്രം വലുതായി. ഒരാൾ മുനിസിപ്പൽ ചെയർമാനാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കൗൺസിലർ ആകുന്നു, പഞ്ചായത്ത് മെമ്പർ ആകുന്നു എന്നുള്ളതിന്റെ അർത്ഥം ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെയ്ദിന് അത്തരത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള അഗാധമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചത് കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും അതോടൊപ്പം തന്നെ